ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് മസായിലുൽ ഫിഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ പാഠബുക്കിലെ 1ാമത്തെ പാഠമായ മാഉത് തുഹൂർ. അത് ഫിഖ്ഹുൽ ഇസ്ലാം ആയിരുന്നു. അപ്പോൾ മസായിലുൽ ഫിഖ് എന്ന് ആയിട്ട് കുറച്ച് അപ്ഡേഷനോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് പാഠഭാഗം വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഉത് തുഹൂർ, തുഹൂറായ വെള്ളം. എന്താണ് തുഹൂറായ വെള്ളം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ബോട്ടിലുകളിലെല്ലാം വെള്ളമുണ്ട്. ഒന്നാമത്തേത് തുഹൂർ, രണ്ടാമത്തേത് തോഹിർ, മൂന്നാമത്തേത് മുത്തനജ്ജിസ്. മേശപ്പുറത്ത് വെച്ച വെള്ളം ഉസ്താദ് പരിചയപ്പെടുത്തി. ഉസ്താദ് മേശപ്പുറത്ത് 3 ബോട്ടിലിൽ വെള്ളം വെച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ബോട്ടിലുള്ളത് തുഹൂറായത്, രണ്ടാമത്തെ ബോട്ടിലുള്ളത് തോഹിർ, മൂന്നാമത്തെ ബോട്ടിലുള്ളത് മുത്തനജ്ജിസ്. തുഹൂറായ വെള്ളം ഉപയോഗിച്ച് ഉളൂ ചെയ്യാം, കുളിക്കാം, മുത്തനജ്ജിസ് ശുദ്ധീകരിക്കാം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തുഹൂറായ വെള്ളം. എന്താണ് തുഹൂറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമാണ് തുഹൂറായ വെള്ളം. തോഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് കഴിയില്ല. മുന്തിരി ജ്യൂസ് തോഹിറാണ്, കുടിക്കാൻ പറ്റും, അതുപയോഗിച്ച് മറ്റൊന്ന് ശുദ്ധിയാക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. തോഹിർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാനൊക്കെ പറ്റും, പക്ഷേ അതുകൊണ്ട് മറ്റു ശുദ്ധീകരണങ്ങൾക്ക് പറ്റില്ല. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ മുന്തിരി ജ്യൂസ്, അതുപോലെ നാരങ്ങാ വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കും, അത് ശുദ്ധിയുള്ളതാണ്. പക്ഷെ നമുക്കതുകൊണ്ട് ശുദ്ധീകരണം, അതായത് ഉളു എടുക്കാനോ കുളിക്കാനോ ഒന്നും പറ്റൂല. അതാണ് തോഹിറായ വെള്ളം. അപ്പോൾ ഉദാഹരണങ്ങൾ ചോദിക്കാം. നാരങ്ങാ വെള്ളം തുഹൂറോ തോഹിറോ? മനസ്സിലാക്കുക, അത് തോഹിറാണ്. ഇളനീർ വെള്ളം തുഹൂറോ തോഹിറോ? അത് തോഹിറാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കഞ്ഞിവെള്ളം തോഹിറാണ്. ഇനി അടുത്ത് മുത്തനജ്ജിസായ വെള്ളം കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല. അപ്പോൾ കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റാത്ത വെള്ളമാണ് എന്ത്? മുത്തനജ്ജിസ്. അപ്പോൾ 3 രീതിയിൽ തുഹൂറും തോഹിറും മുത്തനജ്ജിസും മനസ്സിലാക്കുക. ചോദ്യം വരാം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് ഏത്? തുഹൂറായ വെള്ളം. സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. ഏത്? തോഹിറായ വെള്ളം. മനസ്സിലാക്കുക. കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കഴിയില്ല. ഏത്? മുത്തനജ്ജിസ്. മനസ്സിലാക്കി പഠിക്കുക. മുത്തനജ്ജിസായ വെള്ളം എന്ന് പറഞ്ഞാൽ നജസ് കലർന്ന വെള്ളമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, മനസ്സിലാക്കുക. നജസ് വീണ കുളത്തിൽ കുളിക്കാൻ പറ്റുമോ? ജാബിർ ചോദിച്ചു. കുളത്തിൽ ധാരാളം, അതായത് 2 കുല്ലത്തോ അതിൽ അധികമോ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ കുളിക്കാം. അതായത് ഒരു കുളത്തിൽ 2 കുല്ലത്തോ അതിലധികമോ വെള്ളമുണ്ട്. 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ 191 ലിറ്ററാണ്. 191 ലിറ്റർ വെള്ളമാണ്. അതോ അതിലധികമോ ഉള്ള ഒരു കുളത്തിൽ വെള്ളത്തിൽ നജസ് വീണ്, നജസ് എന്ന് പറഞ്ഞാൽ ഒരു നായി വീണ് ചത്ത്, ഇനി മലമൂത്രം ഇങ്ങനത്തെ എന്തെങ്കിലും അതിലായി. അപ്പോൾ ഉദ്ദേശിച്ചോളേ, മനസ്സിലാക്കിക്കോളേ, ആ വെള്ളം മുത്തനജ്ജിസാണ്. അപ്പോൾ അത് 2 കുല്ലത്തോ അതിലധികമോ ഉണ്ട്. പക്ഷെ ആ വെള്ളത്തിൻ്റെ നിറത്തിന് വ്യത്യാസമില്ല. അത് ആ നജസാവുന്നതിന് മുമ്പുള്ള അതേ നിറം തന്നെയാണ്. എന്നാൽ അതിൻ്റെ രുചി, വെള്ളത്തിന് രുചി വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല, പഴയ പോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ വാസന
എന്തെങ്കിലും വീണാൽ അതിൽ വെള്ളത്തിൻ്റെ കളറ് മാറും. കളർ ഇളകുന്ന ഒരു സാധനം, ഇനിയിപ്പോൾ നായ വീണ് ചത്തതാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരണത്തിന് പറ്റൂല, അത് മുത്തനജ്ജിസാണ്. എന്നാൽ നിറം മാറിയിട്ടില്ല, രുചിക്ക് വ്യത്യാസമില്ല, വാസന ഒന്നുമില്ല, 2 കൊല്ലത്തും അതിലധികമോ അത് വെള്ളം ഉണ്ട് താനും, അപ്പോൾ നമുക്കത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. കുളിക്കാനും ഒളു ചെയ്യാനൊക്കെ മറ്റു നജസ്സുകളൊക്കെ വൃത്തിയാക്കാനൊക്കെ ആ വെള്ളം എടുക്കാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കട്ടോ. അപ്പോൾ 2 കൊല്ലത്തോ അതിലധികമോ ഉള്ള വെള്ളമാണ് കേട്ടോ. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റൂല. അത് നിറം മാറിയിട്ടില്ലെങ്കിലും വർണ്ണത്തിനും രുചിക്കും വാസനക്കൊന്നും വ്യത്യാസം സംഭവിച്ചിട്ടില്ലെങ്കിലും അത് 2 കൊല്ലത്തിൽ താഴെ ആയത് കാരണം അത് ശുദ്ധീകരണത്തിന് പറ്റൂല. ആ വെള്ളം നമ്മൾ അടിച്ച് ഒഴിവാക്കണം. എന്നിട്ട് അതിൽ പുതിയതായി വരുന്ന വെള്ളം മാത്രമേ നമുക്ക് ശുദ്ധീകരണത്തിന് എടുക്കാൻ പാടുള്ളൂ. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ് കേട്ടോ, മനസ്സിലാക്കുക. നജസ് വീണ വെള്ളം 2 കൊല്ലത്തിൽ കുറവാണെങ്കിൽ അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്രകാരം തന്നെ 2 കൊല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീഴുകയും അത് കാരണം വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം വന്നാലും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. കാരണം അത് മുത്തനജ്ജിസായ വെള്ളമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. തൊഹൂറായ വെള്ളത്തിൽ ഉസ്താദ് അല്പം ജ്യൂസ് ഒഴിച്ചു. ഇതുപയോഗിച്ച് ഉളൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല, വെള്ളത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് നല്ല വെള്ളത്തിൽ കുറച്ച് മുന്തിരി ജ്യൂസ് ഒഴിച്ചാൽ അതിൻ്റെ കളറ് മാറി, അതപ്പോൾ അവിടെ എന്തായി, വെള്ളത്തിന് മാറ്റം സംഭവിച്ചു. തുഹൂറായ വെള്ളത്തിൽ മുന്തിരി ജ്യൂസാണ് ഒഴിച്ചത്, അപ്പോൾ അവിടെ നിറം മാറ്റം സംഭവിച്ചു. അപ്പോൾ അത് നമുക്ക് ഉളൂ ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കുക. ഫർലിൽ ഉപയോഗിച്ച വെള്ളത്തിനും മുന്തിരി ജ്യൂസിൻ്റെ വിധിയാണ്, അതായത് തോഹിറാണ്. ഫർലിൽ ഉപയോഗിച്ച വെള്ളം തോഹിറാണ്, മനസ്സിലാക്കാനാണ് ഇവിടെ മുന്തിരി ജ്യൂസിൻ്റെ വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഫർലിൽ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ വിധി എന്താണ്? തോഹിർ എന്ന് എഴുതാം. അവിടെ മുന്തിരി ജ്യൂസിൻ്റെ വിധി നല്ല പരീക്ഷയ്ക്ക് നമ്മൾക്ക് എഴുതേണ്ടത് തോഹിറാണ്. എന്താണ് ഈ ഫർലിൽ ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ? ഇവിടെ വായിക്കാം, എന്നിട്ട് പറയാം. സിനാൻ, ഏതാണ് ഫർലിൽ ഉപയോഗിച്ച വെള്ളം? ഉസ്താദ്, ഉളൂഇൻ്റെ ഫർലുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. മുഖം കഴുകൽ ഫർലാണ്. മുഖം കഴുകിയ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല, കാരണം അത് ഫർലിൽ ഉപയോഗിച്ച വെള്ളമാണ്. നമ്മൾ ഉളൂ ഫർലായ ഒരു കാര്യമാണ്. മുഖം കഴുകൽ, കൈ 2 മുട്ടോട് കൂടി കഴുകൽ, കാൽ 2 ഞെരിയാണിക്ക് മുകളിൽ കയറ്റി കഴുകുക, നമ്മൾ ഫർലുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഉളൂ എടുത്ത വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ ശേഖരിച്ചു, അതവിടെ തോഹിറാണ്, മനസ്സിലാക്കുക. തോഹിറാണ്, അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. ജാബിർ, അപ്പോൾ ഹൗലിൽ നിന്ന് ഉളൂ എടുക്കാൻ പറ്റുമോ? എല്ലാവരും ഫർലിൽ ഉപയോഗിച്ച വെള്ളം അതിലേക്ക് തന്നെ വീഴുകയല്ലേ? ഉസ്താദ്, പറ്റും. അത് 2 കൊല്ലത്തുണ്ട്. 2 കൊല്ലത്തും അതിൽ കൂടുതലുമുള്ളതിന് ഈ നിയമം ബാധകമല്ല. അതായത് 2 കൊല്ലത്തോ അതിലധികമോ ഉള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഉളൂ എടുത്ത വെള്ളം അതിലേക്ക് തന്നെ വീഴുമ്പോൾ അത് തോഹിറാവുന്നില്ല. അത് 2 കൊല്ലത്തിലധികമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫർലിൽ ഉപയോഗിച്ച വെള്ളത്തിന് മുസ്തമലായ വെള്ളം എന്നൊരു പേരുണ്ട്. അത് നിങ്ങൾക്ക് ഈ പാഠത്തിൽ ഇവിടെ പറയുന്നില്ല, അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. മുസ്തമലായ വെള്ളം, ഉളൂയിൽ ഫർലിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്തമലായ വെള്ളം എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. വ അൻസൽന മിനസ്സമായി മാൻ തൊഹൂറ, ആകാശത്ത് നിന്ന് നാം തൊഹൂറായ വെള്ളത്തെ ഇറക്കി. എല്ലാ പാഠത്തിലും വരുന്ന ഈ ബോക്സുകൾ നന്നായി മനസ്സിലാക്കി വെക്കുക.
എക്സാമിന് സാര എഴുതാൻ, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഒക്കെ വരാം. മാച്ച് ചെയ്യുന്നതിൽ വരാം. മാൻസൽന മിനസ്സമായി ഇപ്പുറത്തേൽ മാ അൻ തുഹൂറ എന്ന രീതിയിൽ വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പാഠത്തിൻ്റെ അവസാനത്ത് നക്രോ വനഫമോ പാഠത്തിലെ ഓരോ വേർഡ്സുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുളം എന്ന് പറഞ്ഞാൽ പോണ്ട്, രുചി ടേസ്റ്റ്, വർണ്ണം കളറ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ കുല്ലത്താനി എന്ന് പറഞ്ഞാൽ 2 കുല്ലത്ത്, ഏകദേശം 191 ലിറ്റർ. അപ്പോൾ ഇത് എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കുല്ലത്താനി എന്നത്. അപ്പോൾ 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതും ചോദ്യം വരാറുണ്ട്. എത്രയാണ് 191 ലിറ്റർ, 181 ലിറ്റർ, 200 ലിറ്റർ എന്നൊക്കെ ഓപ്ഷൻ തരും. അപ്പോൾ നമുക്ക് 191 ലിറ്റർ ടിക്ക് ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ മീനിങ് ഒക്കെ പഠിക്കുക. ഇനി ഇത് ദഫ്തർ തോലിബ് നോക്കിയിട്ട് തദ്രിബാത്ത് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ബുക്ക് സെപ്പറേറ്റ് ആണല്ലോ ഒന്ന്. അപ്പോൾ അതിലേക്ക് നോക്കാം. മാ ഉത്തുഹൂർ അതിൻ്റെ വർക്ക് ബുക്ക് ഒന്നാമത്തെ നുബയ്യിന്. മാ ഉത്തുഹൂർ എന്താണ്? തുഹൂറായ വെള്ളം, അതാണ് എഴുതേണ്ടത്. എന്താണ് തുഹൂറായ വെള്ളം? പാഠത്തിൽ അടയാളപ്പെടുത്തി വെക്കുക. ആദ്യം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തുഹൂറായ വെള്ളം, ഒന്നാമത്തത്. അടുത്തത് മാ ഉ തോഹിർ. എന്താണ് തോഹിറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതാണ്, സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് കഴിയില്ല, അതാണ് തോഹിറായ വെള്ളം. 2. അടുത്തത് മാ ഉ മുത്തനജ്ജിസ്. എന്താണ് മുത്തനജ്ജിസായ വെള്ളം? മുത്തനജ്ജിസായ വെള്ളം കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല. കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റാത്ത വെള്ളമാണ് മുത്തനജ്ജിസായ വെള്ളം. അപ്പം മൂന്നാമത്തത് അത് എഴുതുക. അടുത്തത് അൽ കുല്ലത്താനി. കുല്ലത്താനി എന്താണ്? 2 കുല്ലത്ത്. അപ്പോൾ അവിടെ നമ്മൾ പാഠഭാഗത്തിൽ നക്ര വനഫമ എന്നുള്ള ഭാഗത്ത് കണ്ടിടണം. 2 കുല്ലത്ത്. കുല്ലത്താനി എന്ന് പറഞ്ഞാൽ 2 കുല്ലത്ത്, ഏകദേശം 191 ലിറ്റർ. അപ്പോൾ കുല്ലത്താനി എന്ന് പറഞ്ഞാൽ 2 കുല്ലത്ത് എന്നാണ്. അത് എത്രയാണെന്ന് പറയുന്നതാണ് 191 ലിറ്റർ. അപ്പോൾ കുല്ലത്താനി എന്ന് പറഞ്ഞാൽ 2 കുല്ലത്ത്, ഏകദേശം 191 ലിറ്റർ. ഇങ്ങനെ തന്നെ എഴുതി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അൽ മുസ്തഅമൽ ഫി ഫർലി. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ഫർലിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് അൽ മുസ്തഅമൽ ഫി ഫർലി. അപ്പോൾ എന്താണ് ഫർലിൽ ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ? അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതണം. ഉളൂഇൽ മുഖം കഴുകിയ വെള്ളം. ഉളൂഇൽ മുഖം കഴുകിയ വെള്ളം മുസ്തഅമലായ വെള്ളമാണ്. ഉളൂഇൽ മുഖം കഴുകിയ വെള്ളം മുസ്തഅമലായ വെള്ളമാണ്. ഉളൂഇൻ്റെ ഫർളുകളിൽ ഉപയോഗിച്ച വെള്ളം, അങ്ങനെയും എഴുതാം. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് നക്തുബ് എഴുതാനാണ്. മാ ഉ തുഹൂർ. അതുപോലെ ഇങ്ങോട്ട് എഴുതുക. മാ ഉ തുഹൂർ, മാ ഉ തുഹൂർ, മാ ഉ തോഹിർ, മാ ഉ തോഹിർ, മാ ഉ മുത്തനജ്ജിസ്, മാ ഉ മുത്തനജ്ജിസ്, കുല്ലത്താനി, കുല്ലത്താനി. അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് പകർത്തി എഴുതുക. ഇനി നസിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. മാ ഉ തുഹൂർ. മാ ഉ തുഹൂർ, തുഹൂറായ വെള്ളം ഇതിലേതാണെന്നാണ്. ഏതാണ്? കിണറിലെ വെള്ളം. കിണറിലെ വെള്ളം. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. മാ ഉ തോഹിർ, തോഹിറായ വെള്ളം, ശുദ്ധിയുള്ളതാണ്, പക്ഷെ ഫർലിൽ ഉപയോഗിക്കാൻ പറ്റൂല, അതാണ് കഞ്ഞിവെള്ളം. സി. അടുത്ത മാ ഉ മുത്തനജ്ജിസ്, നജസ് വീണ് നിറം മാറിയ വെള്ളം. നജസ് വീണ് നിറം മാറിയ കുളത്തിലെ വെള്ളം, അതാണ് മാ ഉ മുത്തനജ്ജിസ്. മാ ഉ മുസ്തഅമൽ, മുസ്തഅമലായ വെള്ളം, ഉളൂഇൻ്റെ ഫർലിൽ ഉപയോഗിച്ച വെള്ളം. അപ്പോൾ അതിൻ്റെ എ. അപ്പം മുസ്തഅമൽ ഫി ഫർലി, അത് ഇതവിടെയൊക്കെ എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉളൂഇൽ മുഖം കഴുകിയ വെള്ളം എന്ന് തന്നെ ആക്കിയിട്ട്
എഴുതുക മനസ്സിലാക്കിയിട്ട്. അപ്പോൾ മനസ്സിലാക്കാം. അടുത്ത എന്താണ്? നജിദു മിസാലൻ ആഹറ. ഇതുപോലെ ഒരു ഉദാഹരണം കൂടി ഇവിടെ എഴുതാനാണ്. നാരങ്ങ ജ്യൂസ് എന്താണ്? തോഹിറാണ്. അപ്പോൾ അതുപോലെ ഒരു തോഹിറായ ഉദാഹരണം കൂടി എഴുതുക. എന്തെഴുതാം നമുക്ക്? ഇളനീർ വെള്ളം. നാരങ്ങ ജ്യൂസ്, ഇളനീർ വെള്ളം, മുന്തിരി ജ്യൂസ്, ചായ, ഇതൊക്കെ തോഹിറായ വെള്ളത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇവിടെ എഴുതുക. അടുത്ത പുഴയിലെ വെള്ളം, കിണറിലെ വെള്ളം, കുളത്തിലെ വെള്ളം, കടലിലെ വെള്ളം, മഴവെള്ളം, ഇതൊക്കെ തൊഹൂറാണ്. മനസ്സിലാക്കുക. ഇനി ഒളു എടുക്കുന്നവൻ കാൽ കഴുകിയ വെള്ളം, അതായത് ഫർളിൽ ഉപയോഗിച്ച വെള്ളം. ഇനി ഒളു എടുക്കുന്നവർ കൈ കഴുകിയ വെള്ളം, ഒളു എടുക്കുന്നവർ മുഖം കഴുകിയ വെള്ളം. അങ്ങനെ മുസ്തഅമലായ വെള്ളത്തിന് നമുക്ക് ഉദാഹരണം എഴുതാം. ഇനി എലി വീണ് ചത്ത ദുർഗന്ധം വന്ന ടാങ്കിലെ വെള്ളം. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് എഴുതാം? പൂച്ച വീണ് ചത്ത ദുർഗന്ധം വന്ന കിണറ്റിലെ വെള്ളം. അപ്പോൾ അതുപോലെ ഇത് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതുക. നായ വീണ് ചത്ത് ദുർഗന്ധം വന്ന കുളത്തിലെ വെള്ളം. അങ്ങനെയൊക്കെ ആക്കി മനസ്സിലാക്കി എഴുതുക. ഇനി നക്റവ് വനക്തുബു, വായിക്കുക, എഴുതുക. ജ്യൂസ്, ശുദ്ധി, പരിചയം, മുന്തിരി, ഉപയോഗം, ഇതൊക്കെ അതുപോലെ പകർത്തി ഇങ്ങോട്ട് മാറ്റി എഴുതുക. മനസ്സിലാക്കുക. അപ്പോൾ എത്രയാണ് മസായിലുൽ ഫിഖ് എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. പാഠഭാഗം നന്നായി പഠിക്കുക, തദ്രിബാത്തുകളൊക്കെ മനസ്സിലാക്കി എഴുതുകയും പഠിക്കുകയും ചെയ്യുക. എല്ലാവരും വീഡിയോ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്യാനൊക്കെ വിട്ടുപോയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.